Hello guys, നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡീറ്റ് ക്വസ്റ്റ്യൻ 410 split array largest sum. Given an integer array nums and an integer k. ഒരു array എന്നിട്ടുണ്ട്, ഒരു integer k എന്നിട്ടുണ്ട്. Split the nums into k non-empty subarrays such that the largest sum of any subarray is minimized. അപ്പോൾ നമുക്കൊരു array എന്നിട്ടുണ്ട്, ഒരു സബ്അറേ കൗണ്ട് എന്നിട്ടുണ്ട്. നമുക്ക് ഈ അറേനെ ഇത്രയും സബ്അറേകളായിട്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? such that the largest sum of any set of subarrays is always minimized. അതായത് ഈ ഒരു സബ്അറേ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാർജസ്റ്റ് സം എന്ന് പറയുന്നത് 10 + 8 ആണ്, 18. കാര്യം 5 + 2 9 + 7 എന്ന് പറയുന്നത് എത്രയാണ്? 5 + 2 7, 7 + 7 14, 14 is less than 18. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് സം എന്ന് പറയുന്നത് 18 ആണ്. അപ്പം ഈ ഒരു ലാർജസ്റ്റ് സം ആണ് ബാക്കി എല്ലാ പോസിബിൾ സബ്അറേസിനകത്തുള്ള ലാർജസ്റ്റ് സമ്മിനെക്കാട്ടി ചെറിയ സം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിപ്പം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമുക്കത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഒരു അറേ ഉണ്ട്. ഇതിനെ സബ്അറേസ് ആകുമ്പോൾ എത്ര രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം? 7 ഒരു സബ്അറേ, 2 5 10 8 വേറെ സബ്അറേ, 7 2 ഒരു സബ്അറേ, 5 10 8 വേറെ സബ്അറേ, 7 2 5 ഒരു സബ്അറേ, 10 8 വേറെ സബ്അറേ, 7 2 5 10 ഒരു സബ്അറേ, 8 വേറെ സബ്അറേ. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ സബ്അറേസിൽ ലാർജ് സം നോക്കണം. 7 ലാർജ് ആണ്, 7 ഒരു സമ്മാണ്. 2 + 5 + 10 + 8 25, അതൊരു സമ്മാണ്. അപ്പോൾ അതിൽ ലാർജ് സം എന്ന് പറഞ്ഞാൽ 25. ഈ സബ്അറേക്കകത്ത് 7 2 9 ഒരു സബ്അറേയാണ്. പിന്നെ 5 + 10 15, 15 + 8 23, 23 വേറൊരു സബ്അറേയാണ്, സമ്മാണ്. അപ്പോൾ അതിൻ്റെ സം ആണ് ലാർജസ്റ്റ് ചെയ്യുന്നത് രണ്ടിൽ. അപ്പോൾ അതാണ് നമ്മുടെ ലാർജസ്റ്റ് സബ്അറേ സം ഓഫ് ദിസ് കറണ്ട് കോമ്പിനേഷൻ. അടുത്തത് 7 + 2 9, 9 + 5 14, ഇവിടെ 10 + 8 18, 14 18 18 ആണ് ബിഗ്ഗസ്റ്റ് സം. ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ 7 + 2 9, 9 + 5 14, 14 + 10 24, 24ഉം ഇതിലും 24 ആണ് ബിഗ്ഗസ്റ്റ്. അപ്പം ഈ ബിഗ്ഗസ്റ്റ് നമ്പേഴ്സിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 18. അപ്പോൾ ഇതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായി. ഈ ബിഗ്ഗസ്റ്റ് നമ്പേഴ്സിനകത്ത് ഏറ്റവും ചെറിയ നമ്പറാണ് 18. അപ്പോൾ അത് റിട്ടേൺ ചെയ്യും സം എടുക്കുന്ന സമയത്ത്. അപ്പം ഇതാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബൈനറി സെർച്ച് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊരു സെർച്ച് സ്പേസ് ഇനിഷ്യലൈസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ തവണ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ബൈനറി സെർച്ച് ചെയ്ത സമയത്ത് നമ്മൾ ഒരു സെർച്ച് സ്പേസ് ഇനിഷ്യലൈസ് ചെയ്തു. സെർച്ച് സ്പേസ് എന്തായിരുന്നു? 0 to ദാറ്റ് കറണ്ട് നമ്പർ. അതാണ് നമ്മുടെ സെർച്ച് സ്പേസ് എടുത്തത്. നമുക്ക് കിട്ടിയ റൂട്ട് എടുക്കാൻ വേണ്ടി തന്ന നമ്പർ ഫോർ എക്സാമ്പിൾ 16 ആണെങ്കിൽ 0 to 16 സെർച്ച് സ്പേസ് എടുത്തിട്ട് അതിനകത്ത് ബൈനറി സെർച്ച് അപ്ലൈ ചെയ്ത് നമ്മൾ മുന്നോട്ടും ബാക്കിലോട്ടും പോയി നമ്മൾ സ്ക്വയർ റൂട്ടിന് വേണ്ടി നമ്മൾ സോൾവ് ചെയ്തു. അതേപോലെ ഇവിടെ നമ്മളൊരു സെർച്ച് സ്പേസ് എടുക്കണം. ആ സെർച്ച് സ്പേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ സം ഓഫ് ഓൾ ദീസ് എലമെന്റ്സ് ആയിരിക്കും നമ്മുടെ സെർച്ച് സ്പേസ് വരാൻ പോകുന്നത്. സം ഓഫ് ഓൾ ദീസ് എലമെന്റ്സ് ടുഗദർ വുഡ് ബി അവർ സെർച്ച് സ്പേസ്. അതിനകത്ത് നമ്മൾ ബൈനറി സെർച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫേമസ് ബൈനറി സെർച്ച് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ പേര് ബുക്ക് അലൊക്കേഷൻ പ്രോബ്ലം എന്നാണ്. പക്ഷേ ഇവിടെ ബുക്ക് അലൊക്കേഷൻ എന്ന് കൊടുക്കാതെ സം ഓഫ് സബ്അറേസ് എന്ന് കൊടുത്താണ് ലീഡ് കോഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ബുക്ക് അലൊക്കേഷൻ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെൽഫ് ഉണ്ട്, അതിനകത്ത് കുറേ ബുക്സ് ഉണ്ട്, ഇതിലൊരു അറേഞ്ച് ഓർഡർ ഉണ്ട്. അപ്പം കുറച്ച് പിള്ളേർക്ക് ഈ ഓർഡറിൽ തന്നെ ബുക്സ് വീതിക്കണം. ഈ ബുക്സിനെല്ലാം കുറച്ച് പേജ് നമ്പേഴ്സ് ഉണ്ട്. പക്ഷേ ഇതേ സമയത്ത് വീതിക്കുന്ന സമയത്ത് മിനിമൈസ് ദ മാക്സിമം നമ്പർ ഓഫ് പേജസ് ഫോർ എ സ്റ്റുഡൻറ്റ്. അതായത് എങ്ങനെ വീതിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പേജസ് മിനിമൈസ്ഡ് ആയിരിക്കും. അത് ആ രീതിയിൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം, ഈ ബുക്സിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതാണ് ബുക്ക് അലൊക്കേഷൻ പ്രോബ്ലം പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 10 ഉണ്ട്, 12 ഉണ്ട്, 30 ഇവന് കൊടുക്കാം, 5 ഉണ്ട്, 12, 21 ഉണ്ട്, 20 ഇവന് കൊടുക്കാം, 17 ഉണ്ട്, 18 ഉണ്ട് ഇവന് കൊടുക്കാം. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവരുടെ എല്ലാം സം എടുക്കും. ഇവർ കൊടുത്തതിൻ്റെ എല്ലാം സം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാൾക്ക് കൂടുതലായിരിക്കും. അപ്പം ഒരാൾക്ക് ഏറ്റവും കൂടുതലുള്ള ആളുടെ ആ സമ്മ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് എല്ലാ കോമ്പിനേഷനിലും ഏറ്റവും കൂടുതൽ ആളുകളുള്ള സബ് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം സ്റ്റോർ ചെയ്ത് വെക്കും. അതിൽ ഏറ്റവും ചെറിയ ആളുടെ ആ ഒരു കോമ്പിനേഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എങ്ങനെ നമ്മൾ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാം. അതായത് നമുക്ക് ഡ്രൈ റൺ ചെയ്താൽ നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവും. നമുക്കിപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലായില്ലെങ്കിലും ഡ്രൈ റൺ ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഡ്രൈ റൺ ചെയ്തു. ഡ്രൈ റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്അറേ 2 തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു അറേ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലീഡ് കോഡിനുള്ള എക്സാമ്പിൾ കൊടുത്തേക്കാണ്. ഈ അറേയാണ് കൊടുത്തേക്കുന്നത്. സബ്അറേ കൗണ്ട് നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്, k = 2 കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലെങ്ങനെ നമ്മളിതിൽ വർക്ക് ചെയ്യും? നമ്മൾ സെർച്ച് സ്പേസ് ആദ്യം എടുക്കും. സെർച്ച് സ്പേസ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദീസ് എലമെന്റ്സ്. അപ്പം ഇതിൻ്റെ എല്ലാ സമ്മർ 7 + 2, 2 + 5, 5 + 10, 10 + 8 എന്ന് പറയുന്നത് 32 ആണ്. 32 ആണ് നമ്മുടെ സെർച്ച് സ്പേസ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്. 0 to 32 സെർച്ച് സ്പേസ് എടുക്കുന്നു. നമ്മൾ അതിൽ മിഡ് എലമെന്റ് വിളിക്കുന്നു. 0 + 32/2 16 നമുക്ക് മിഡ് എലമെന്റ് കിട്ടി. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് ഇതിനകത്ത് സൊല്യൂഷൻ പോസിബിൾ ആണോ അല്ലേ എന്ന് നോക്കി വെച്ച് നമ്മൾ പോവുകയാണ്. ഓക്കെ, പോവാണ്. അപ്പോൾ എന്താ പരിപാടി? നമുക്ക് 2 സബ്അറേ എടുക്കാമല്ലോ. ഓക്കെ,
ഫസ്റ്റ് സബറയ്ക്കകത്ത് എന്താ കൊടുക്കാം, നമുക്കിവിടെ 7 കൊടുക്കാം. 7 ലെസ് ദാൻ 16 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 2 കൊടുത്ത് നോക്കാം. 2 ലെസ് ദാൻ 16 ആണോ? ആണ്. 2 ലെസ് ദാൻ 16 അല്ല, 7 + 2 ലെസ് ദാൻ 16 ആണോ? ആണ്. 9 ലെസ് ദാൻ 16 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 5 കൊടുത്ത് നോക്കാം. 7 + 2 9, 9 + 5 14. 14 ലെസ് ദാൻ 16 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 10 കൊടുത്ത് നോക്കാം. 10 കൊടുക്കുമ്പോൾ എത്രയായി? 14 + 10 24. 24 ലെസ് ദാൻ 16 ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 10 കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ സെക്കൻഡ് സബറായി പോകും. സെക്കൻഡ് സബറായി പോകുമ്പോൾ നമ്മൾ 10 കൊടുക്കും. 10 ലെസ് ദാൻ 16 ആണോ? ആണ്. അപ്പോൾ കൊടുക്കാം. 8 കൊടുക്കും. 8 ആകുമ്പോൾ 18 ആകും. 18 ഈസ് നോട്ട് ലെസ് ദാൻ 16. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു സൊല്യൂഷൻ പോസിബിൾ അല്ല. നോ സൊല്യൂഷൻ. ഇവിടെ നോ സൊല്യൂഷൻ ആണെങ്കിൽ അർത്ഥം എന്താണ്? ഇവിടെ നോ സൊല്യൂഷൻ ആണെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് ഈ 16 വെച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ഏത് നമ്പർ എടുത്താലും നമുക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല. മനസ്സിലായി? 16 വെച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ അറയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ സൊല്യൂഷൻ കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകുള്ള എത്ര ചെറിയ നമ്പർ എടുത്താലും നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടത്തില്ല. കാര്യം തികയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൊല്യൂഷൻ ഇല്ല എന്നുള്ള ഒരു കേസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സ്റ്റാർട്ടിങ് ഇൻഡെക്സിനെ mid+1 കൊണ്ടുവരും. അതാകുമ്പോൾ നമുക്ക് ഇനി തൊട്ട് ഈ ഒരു റൈറ്റ് സൈഡ് സെർച്ച് ചെയ്താൽ പോലെ. അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ് mid+1 കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ കേസിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സ്റ്റാർട്ടിങ് mid+1 കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ നമ്മുടെ സർ സ്പേസ് ചുരുങ്ങി. നമുക്ക് നെക്സ്റ്റ് സർ സ്പേസ് നോക്കാം. നമ്മൾ രണ്ടാം സർ സ്പേസ് എന്ന് പറയുന്നത് ഫ്രം വെയർ ടു വെയർ 17 to 32. 17 to 32. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് 17 to 32 മിഡിൽ എടുക്കുന്നത് എത്ര കിട്ടും? 17 + 32/2. 17 + 32/2 എന്ന് പറയുമ്പോൾ 24 ആണോ? 17 + 32 24/5. അപ്പോൾ 24 ആണ് നമ്മുടെ മിഡ് എലമെന്റ്. 24 വെച്ച് നമുക്ക് സൊല്യൂഷൻ കിട്ടും നോക്കാം. 24 വെച്ച് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുന്നു. ഫസ്റ്റ് സബ്ബറെ. ഫസ്റ്റ് നമുക്ക് 2 സബ്ബറല്ലേ ഉള്ളൂ. നമ്പർ ഓഫ് സബ്ബറേസ് 2 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സബ്ബർ എടുക്കുന്നു. അതിനകത്ത് നമ്മൾ ഇട്ട് നോക്കുന്നു. നമുക്ക് ഫസ്റ്റ് 7 ഇടാം. 7 ഈസ് ലെസ് ദാൻ 24. അതെ. അങ്ങനെയാണെങ്കിൽ 2 ഇട്ട് നോക്കാം. 7 + 2 9 ഈസ് ലെസ് ദാൻ 24. അതെ. അങ്ങനെയാണെങ്കിൽ 4 ഇട്ട് നോക്കാം. 7 + 2 + 4 9 + 4 = 4 ആണോ? 5 ആണോ? 5 ആണ്. 7 + 2 = 9. 9 + 5 = 14. 14 ലെസ് ദാൻ 24. അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എലമെന്റ് എന്താണ്? 10. 14 + 10 24. 24 is less than or equal to 24. അതെ. ലെസ് ദാൻ 24 അല്ല, ലെസ് ദാൻ or equal to നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ 24 ലെസ് ദാൻ or equal to 24. അതെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നമ്പർ 8. അപ്പോൾ 24 + 8 എന്ന് പറയുമ്പോൾ 30 സംതിങ് വരും. ദാറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 24. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് അറേ പോകുന്നു. ഇവിടെ 8 കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇതൊരു സൊല്യൂഷനാണ്. നമുക്ക് എല്ലാ എലമെൻസും 2 സബ്ബറിൽ തികയ്ക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ അർത്ഥം ഇത് സൊല്യൂഷൻ പോസിബിൾ ആണ്. പോസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ അർത്ഥം എന്താണ്? പോസിബിൾ സൊല്യൂഷൻ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 പോസിബിൾ ആണ്. അതർത്ഥം എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നോട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും പോസിബിൾ ആയിരിക്കും. 24 പോസിബിൾ ആണെങ്കിൽ മുന്നോട്ട് വരുന്ന എല്ലാ നമ്പർ പോസിബിൾ ആയിരിക്കില്ലേ? മനസ്സിലായി? 24 പോസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മുന്നോട്ടുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റും. കാര്യം കുറവ് വരത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ എൻഡിലുള്ള ഇൻഡെക്സ് മിഡിൻ്റെ ബാക്കിൽ കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് അന്വേഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് മുമ്പിട്ട് പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ കിട്ടിയല്ലോ. അതുകൊണ്ട് നമ്മൾ ആ സൊല്യൂഷൻ ഒരു ആൻസർ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആൻസർ ഈസിക്കൽ ടു മിഡ് എന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈസിക്കൽ ടു മിഡ് -1 പോകും. അപ്പോൾ ഇത് നേരെ ഇപ്പുറത്ത് വരുന്നു. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് മാത്രം ഇനി നോക്കാം. അപ്പോൾ നമ്മുടെ സർ സ്പേസ് പിന്നെയും ചുരുങ്ങി. നമ്മുടെ പുതിയ സർ സ്പേസ് എന്ന് പറയാൻ പോകുന്നത് 17 to 23. 17 to 23 ആണ്. നമ്മളിതിൽ മിഡിൽ എടുക്കാം. 17 + 23/2 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 20 നമുക്ക് കിട്ടി. 20ക്കകത്ത് നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സബ്ബറയിൽ നമ്മൾ 7 ഇട്ട് നോക്കുന്നു. 7 ലെസ് ദാൻ 20 ആണോ? ആണ്. 7 + 2 9 ലെസ് ദാൻ 20 ആണോ? ആണ്. 9 + 4 = 5 = 14. 14 ലെസ് ദാൻ 20 ആണോ? ആണ്. 14 + 10 24. 24 is not less than 20. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സബ്ബറിലേക്ക് പോകും. അവിടെ വരുന്നു. നമ്മൾ അടുത്തത് വരുന്നു 10 ലെസ് ദാൻ 20. അതെ. 8 10 + 18 ലെസ് ദാൻ 20. അതെ. അപ്പോൾ ഇതൊരു പോസിബിൾ സൊല്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇത് പോസിബിൾ സൊല്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് പിന്നെയും ചെയ്യുന്നു.
ആൻസറിൽ മിഡ് സ്റ്റോർ ചെയ്യുന്നത്. ആൻസർ ഈസ് ഈക്വൽ ടു മിഡ്. അപ്പം ആൻസറിൽ 20 സ്റ്റോർ ആയി. എന്നിട്ട് ഈ ഈസ് ഈക്വൽ ടു മിഡ് -1. നമ്മൾ അതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകുന്നു. നമ്മുടെ സർഫേസ് പിന്നെയും ചെറുതായി നമ്മൾ ഈ തേച്ച് കൂടെ കൊണ്ടുവന്നല്ലോ. അപ്പം 17 ടു മിഡ് -1 20 -1 19. അപ്പം നെക്സ്റ്റ് സർഫേസ് എന്ന് പറഞ്ഞാൽ 17 ടു 19 ആണ് നമ്മുടെ അടുത്ത സർഫേസ്. അതിന് മിഡ് എലമെൻറ്റ് 18 ആണ്. അപ്പോൾ നമ്മൾ 18 ഇതിൽ എങ്ങനെ ഉൾക്കൊള്ളാൻ നോക്കാം. നമുക്ക് ഇപ്പോൾ നല്ല ആൻസർ കിട്ടി വരുന്നുണ്ടോ. അപ്പം ഫസ്റ്റ് സബ്ബ്രയ്ക്കകത്ത് എന്ത് ഉൾക്കൊള്ളാൻ പറ്റും? 7 ഇടാൻ പറ്റും. 7 ലെസ് ദാൻ 18 ആണോ? അതെ. 7 + 2 9 ലെസ് ദാൻ 18 ആണോ? അതെ. 9 + 5 14 ലെസ് ദാൻ 18 ആണോ? അതെ. 14 + 10 24 നോട്ട് ലെസ് ദാൻ 18. അപ്പോൾ നമ്മൾ സെക്കൻഡ് സൊല്യൂഷനിൽ പോകുന്നു. നമ്മൾ 10 കിട്ടിയ 10 നമ്മൾ ഇവിടെ ഇടുന്നു. 10 ലെസ് ദാൻ 18 ആണോ? അതെ. അടുത്ത ലാസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 18 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ? അതെ. അപ്പോൾ നമ്മൾ ഇതൊരു പോസിബിൾ സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെയും പഴയ പോലെ തന്നെ ആൻസറിൽ നമ്മൾ മിഡ് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്തായി? മിഡ് 18 വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ഈസ് ഈക്വൽ ടു മിഡ് -1 കൊടുക്കും. ഇപ്പോൾ എന്തായി? ഈസ് ഈക്വൽ ടു ഈ ഇപ്പോൾ കറൻ്റ് ഇപ്പം 18 -1 17. അപ്പം ഇയും അപ്പോൾ ആകെ ഒരു എലമെൻ്റ് ഉള്ളൂ. ഇയും 17 എസും 17 മിഡും 17. അപ്പോൾ ഈ ഒരു സർഫേസിനകത്ത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. കാര്യം 7 + 2 9 + 5 14 + 10 പറ്റത്തില്ല. നമ്മൾ ഇവിടെ കൊണ്ട് 10 + 8 8 പറ്റത്തില്ല. അപ്പോൾ സൊല്യൂഷൻ പോസിബിൾ അല്ല. സൊല്യൂഷൻ പോസിബിൾ അല്ലാത്ത സമയത്ത് ഈ ഒരു സർഫേസ് 17 എന്ന് പറഞ്ഞ സർഫേസിനകത്ത് നമ്മൾ എന്ത് വരും? നമുക്ക് എസ് ഈസ് ഈക്വൽ ടു മിഡ് +1 വരും. അങ്ങനെ നമ്മൾ ലൂപ്പിന് പുറത്ത് പോകും. കാര്യം നമ്മുടെ ലൂപ്പ് കണ്ടീഷനകത്ത് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ആയിരുന്നു. ഈ 7 + 1 ആകുമ്പോൾ ലൂപ്പിന് പുറത്താവും. അങ്ങനെ ലൂപ്പ് തീരും. അങ്ങനെ നമുക്ക് നമ്മുടെ ആൻസറിൽ ഉണ്ടായിരുന്ന ഇതെന്ന് പറഞ്ഞാൽ അവസാനം 18 ആണ്. അപ്പം 18 ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. കേട്ടോ, 18. സോ നമ്മുടെ ഔട്ട്പുട്ട് 18 ആണ്. അപ്പോൾ നമുക്ക് അതാണ് നമ്മുടെ ഡ്രൈ റൺ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ. മനസ്സിലായി? അപ്പോൾ ഇത് നമുക്കൊന്ന് കോഡിൽ എങ്ങനെ ചെയ്യും എന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബൈനറി സെർച്ച് ആണ്. അപ്പോൾ നമ്മൾ ബൈനറി സെർച്ച് എപ്പോഴും പറയാം സ്റ്റാർട്ടിങ് എടുക്കണം, ഇൻഡെക്സ് എൻഡിങ് എടുക്കണം. എൻഡിങ് എന്തായിരിക്കും? നമ്മുടെ എൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫേസിൻ്റെ എൻഡിങ് ആയിരിക്കും. സർഫേസ് എന്താണ്? സം ഓഫ് ഓൾ ദി കറണ്ട് എലമെന്റ്സ്. അപ്പോൾ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. സം ഈസ് ഈക്വൽ ടു 0 4 I is equal to 0 I less than dot size I plus ആവുന്നു. എന്നിട്ട് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഓഫ് I ആണ്. അപ്പോൾ നമുക്ക് സം കിട്ടി. അപ്പോൾ സം ആണ് നമ്മുടെ എൻഡിങ് ഇൻഡെക്സ്. അപ്പോൾ 0 ടു സം നമ്മൾ സർഫേസ് എടുക്കുകയാണ്. നമ്മളിനി നമ്മുടെ ബൈനറി സെർച്ച് ഇടാൻ പോകും. എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ വരെ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, നമുക്കിനി ഞാൻ പറഞ്ഞു നമുക്കിത് സൊല്യൂഷൻ പോസിബിൾ ആണോ ഇല്ലേ എന്നുള്ളതിന് മെത്തേഡ് ചെയ്യാം. ഒരു മെത്തേഡ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുക്കാം. അത് സൊല്യൂഷൻ പോസിബിൾ ആണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യും, പോസിബിൾ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണെന്ന് നേരത്തെ ഡ്രൈവർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചെയ്യും ഇഫ് ഈസ് പോസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആണ്. അത് പ്രൂവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. നമ്മൾ ഈ ഡ്രൈ റൺ ചെയ്ത പോലെ നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ ഇവിടെ പോസിബിൾ ആണെങ്കിൽ നമ്മൾ ആൻസറിൽ മിഡ് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഈ താഴെ മൈനസ് കൊണ്ട് ആണെങ്കിൽ ഇവിടെ നമുക്ക് ആൻസർ ഇനിഷ്യലൈസ് ചെയ്യാം. ഇവിടെ ഓക്കെ, ANS ഈസ് ഈക്വൽ ടു മിഡ് കൊടുക്കാം. E is equal to mid -1 കൊടുക്കാം. ഓക്കെ, നമ്മൾ മിഡ് കാൽക്കുലേറ്റ് ചെയ്തില്ലല്ലോ, അത് ഞാൻ പറഞ്ഞത്. മിഡ് ഈസ് ഈക്വൽ ടു എസ് പ്ലസ് ഇ പ്ലസ് ഇ മൈനസ് എസ് ബൈ 2 ആണ് മിഡ്. പോസിബിൾ സൊല്യൂഷൻ നമ്മൾ എന്താ കൊടുക്കുക? നമുക്ക് ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് ഇത് കൊടുക്കണം, നംസ് കൊടുക്കണം. അതിനകത്ത് നമ്മുടെ സബ്ബറൈസ് കൊടുക്കണം. പിന്നെ എന്ത് കൊടുക്കണം? പിന്നെ നമുക്ക് കൊടുക്കേണ്ടത് മിഡ് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതും പോസിബിൾ ആണ്, സൊല്യൂഷൻ പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എൽസ് എസ് ഈക്വൽ ടു +1 പോകും. ഇതിലൂടെ മിഡ് അപ്ഡേറ്റ് ചെയ്യും.
എന്നിട്ട് നമ്മൾ ആൻസർ റിട്ടേൺ ചെയ്യും. ഇതാണ് നമ്മുടെ ബൈനറി സെർച്ച്. ഇനി നമുക്ക് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ബൂളിയൻ റിട്ടേൺ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ബൂൾ കൊടുക്കാം, ബൂള് പോസ്. നമുക്ക് ബാക്കി ഇത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനകത്തുള്ള എന്താണ് നമ്മൾ ലോജിക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് റിട്ടേൺ ട്രൂ ചെയ്യണം. പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും, നമുക്കിത് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം. ചെയ്യേണ്ടത് ഒരു സം വേരിയബിൾ എന്തെങ്കിലും വേണം. സം എന്തെല്ലാം എടുക്കുന്നുണ്ടല്ലോ, കാര്യം നമ്മൾ എല്ലാ സബ്ബറക്കകത്തും സം കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മിഡാണ് നമുക്ക് വേണ്ട കറണ്ട്, പോസിബിൾ ആണോ അല്ലെങ്കിൽ നോക്കേണ്ട സൈസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ട, ഇവിടെ ചെയ്ത നമ്മളെന്നാണ് ഫസ്റ്റ് സബ്ബറിൽ ആഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഫോർ I is equal to 0, I less than nums dot size I plus plus. സം അറക്കകത്ത് ട്രാവേഴ്സ് ചെയ്യുന്നു, അതിനകത്ത് എന്നിട്ട് ഓരോ എലമെന്റ് എടുക്കുന്നു. ഇഫ് ഇവിടെ നമ്മൾ സം ഈസ് ഈക്വൽ ടു 0 ഇനിഷ്യലൈസ് ചെയ്യാതെ, സം ഈസ് ഈക്വൽ ടു 0, സം പ്ലസ് നംസ് ഓഫ് അറേ, നംസ് ഓഫ് I ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സം ഈസ് ഈക്വൽ ടു സം പ്ലസ് നംസ് ഓഫ് I. മനസ്സിലായി? ഇത് ഈ സെഷൻ മനസ്സിലായി? അതായത് സമ്മും കറണ്ട് ഇൻഡെക്സിലുള്ള എലമെന്റ് ഇവിടെ ആഡ് ചെയ്യുമ്പം അത് മിഡിനെക്കാട്ടി ചെറുതാണെങ്കിൽ നമ്മൾ അതെടുത്ത് സമ്മിൽ ആഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചത്. ഇതും 7 + 2 ഈസ് ലെസ് ദാൻ 32 എന്നാണെങ്കിൽ നമ്മൾ അതെടുത്ത് ഇവിടെ ആഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇനിയാണ് നമുക്ക് എക്സ്ട്രാ ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, നമുക്ക് കൊടുക്കാം. കെ കൊടുക്കാം, ടെമ്പ് ആകുമ്പോൾ നമുക്ക് എന്തിനാണ് ഇത്, നമുക്ക് നമ്പർ ഓഫ് സബ്ബറേസ് കൗണ്ട് ചെയ്യാനാണ്. ബേസിക്കലി പണം കൊടുക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ടെമ്പ് പ്ലസ് പ്ലസ് കൊടുക്കാം. നമുക്ക് നമ്മൾ അടുത്ത സബ്ബറേ വന്നല്ലോ. ഇവിടെ ടെമ്പ് പ്ലസ് പ്ലസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഈ സബ്ബറേസ് കൗണ്ട് ചെയ്യണം. ആദ്യം സബ്ബറേ ഒരു സബ്ബറേ, പിന്നെ രണ്ടാമത്തെ അഥവാ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് സബ്ബറേ പോയാൽ മതി. ഇപ്പം ആ സബ്ബറേ കൗണ്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെമ്പ് ഇവിടെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി നമുക്കിത് ചെക്ക് ചെയ്യണത് ടെമ്പിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ അതായത് നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് സബ്ബറേസ് കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ അതിന് വെളിയിൽ പോകാൻ പാടില്ല. വേറെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ അറയ്ക്കകത്ത് നിൽക്കണം. ടെമ്പ് ലെസ് ദാൻ കെ ഓർ ഗ്രേറ്റർ ദാൻ കെ. ഇവിടെ നമുക്ക് റിട്ടേൺ ഫോൾസ് ചെയ്യണം. ടെമ്പ് അഥവാ കെനെക്കാട്ടി കൂടുതലാണെങ്കിലോ, അതായത് നമ്പർ ഓഫ് സബ്ബറേസ് നമുക്ക് വേണ്ട സബ്ബറേസിനായി കൂടി പോയെങ്കിലോ, അഥവാ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ മിഡ് അല്ല നംസ് ഓഫ് ഐ ഗ്രേറ്റർ ദാൻ മിഡ് ആണെങ്കിലോ നമുക്ക് സൊല്യൂഷൻ ഇല്ല. ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സം 0 ഇനിഷ്യലൈസ് ചെയ്തിട്ട് സം 0 സം ഈസ് ഈക്വൽ ടു സം പ്ലസ് നംസ് ഓഫ് I. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് റിട്ടേൺ ട്രൂ ചെയ്യാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെമ്പ് നമ്മുടെ സബ്ബറേ കൗണ്ടിനാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സബ്ബറേ വരുന്നു, നമ്മൾ സം ആഡ് ചെയ്യുന്നു. അഥവാ ഈ കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സബ്ബറേ പോകുന്നു. നമ്മൾ ആ നെക്സ്റ്റ് സബ്ബറേക്കകത്ത് നമ്മൾ ഈ ഒരു കണ്ടീഷൻ നോക്കുന്നു. ഈ കണ്ടീഷൻ ഫോൾസ്, അതായത് നമുക്ക് വേണ്ട നമ്പർ ഓഫ് സബ്ബറേസ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളിത് ഫോൾസ് കൊടുക്കും. നമുക്ക് കിട്ടുന്ന നമ്പർ കറണ്ട് നമ്പർ മിഡിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നമ്മൾ
ഫോൾസും. കാര്യം ഇതെങ്ങനെ ഈ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് മിഡ് എന്ന് പറയുന്നത് 9 ആണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10 എന്തായാലും ആഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, മിഡിൻ്റെ കാര്യം 10 ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോഴും റിട്ടേൺ ഫോൾസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സമ്മ് സീറോയിലേക്ക് കൊണ്ടുവരും, നമ്മൾ കറണ്ട് എലമെൻറ്റ് സമ്മിലേക്ക് ആഡ് ചെയ്യും. അതുകൊണ്ട് പിന്നെ ആ സബറയാണ് പിന്നെ ഇവിടെ വരാൻ പോകുന്നത്, മനസ്സിലായില്ലേ? ആ സബറയിൽ പിന്നെ ആഡ് ചെയ്യും. പിന്നെ അടുത്ത സബറ ഉണ്ടെങ്കിൽ അടുത്ത സബറയിൽ പോകും, അതിൽ പിന്നെ ഇനിഷ്യലൈസ് ചെയ്യും. ആ സബറയാണ് പിന്നെ ഇവിടെ ആഡ് ചെയ്യാൻ പോകും. അപ്പം ഓരോ ഐട്രേഷനിലും ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് ഫസ്റ്റ് സബറയിൽ ഇവിടെ ആഡ് ചെയ്ത് വരും. നമ്മൾ ഈ കണ്ടീഷൻ ബ്രേക്ക് ആകുമ്പം സെക്കൻഡ് സബറ വരും, പിന്നെയും നമ്മൾ സെക്കൻഡ് പറഞ്ഞാൽ നെക്സ്റ്റ് സബറ വരും, പിന്നെ നമ്മൾ പിന്നെയും സമ്മ് സീറോ ആകും, പിന്നെയും ലൂപ്പ്, അങ്ങനെ 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 നമ്മൾ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു നമുക്ക് റൺ ചെയ്യുന്നത്. ഓക്കെ, യെസ്.